ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 39 റിവ്യൂ. ഇന്നത്തെ ചപ്പൽ ടാസ്കിൽ ഏറ്റവും അധികം ശോഭിച്ചത് അക്ബർ ഖാനായിരുന്നു. അക്ബറിന്റെയും മൊണീറിന്റെയും അഭിലാഷിന്റെയും ഒക്കെ പ്ലാൻ കാരണം നൂറയുടെ ചപ്പൽ ടാസ്ക് ഇന്ന് പരാജയമായി. നാളെ ഓർഡറുകൾ പൂർത്തീകരിക്കാൻ നൂറയ്ക്ക് സാധിച്ചില്ലെങ്കിൽ നൂറയുടെ സൂപ്പർ പവറുകളെ പ്രതികൂലമായി ബാധിക്കും. എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഷാനവാസും അനീഷും തമ്മിലുള്ള സംസാരം. നീയൊക്കെ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ ഗെയിമാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്നും ഇഷ്ടമല്ലെന്ന് അനീഷ് ഷാനവാസിനോട്. അപ്പോൾ ഷാനവാസിന്റെ മറു കൗണ്ടർ, അനീഷിന്റെ നോമിനേഷൻ പവർ നഷ്ടപ്പെട്ടപ്പോഴും ജനങ്ങളുടെ മുമ്പിൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ നീ പരസ്യമായി നോമിനേഷൻ കൊടുത്ത്? അത് നിന്റെ ഗെയിമല്ലേ? ഇന്ന് ബിഗ് ബോസ് ഗോൾഡ് കോയിൻ കയ്യിലുള്ള പണിക്കാരോട് പറഞ്ഞു നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച സർക്കസുകാർക്ക് കൊടുക്കണമെന്ന്. അത് പഠിപ്പുര ടാസ്കിന് ഉപയോഗിക്കാനുള്ളതാണ്, അവരുടെ ലക്ഷറി സാധനങ്ങൾക്കായി. എന്നാൽ ഷാനവാസും ഒണിയനും ഭാവിയിൽ എന്തെങ്കിലും ഗുണമുണ്ടാവുമെന്ന് കരുതി ആർക്കും കൊടുത്തില്ല. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത് തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കണമെന്ന്. തന്മൂലം അത് അവരുടെ ലക്ഷറി ബജറ്റിന് ബാധിച്ചു. നൂറയ്ക്ക് മറ്റൊരു പണി കിട്ടി. കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കോയിൻ ആർക്കും കൊടുക്കാത്തതുകൊണ്ട് അത് നൂറയുടെ അക്കൗണ്ടിൽ തന്നെ ബിഗ് ബോസ് ഇട്ടുകൊടുത്തു. ഏറ്റവും കൂടുതൽ ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾ ഡയറക്റ്റ് നോമിനേഷൻ പോകും. ഇന്നത്തെ ടാസ്കിന് വേണ്ടി 9 ഗോൾഡ് കോയിനും 3 ബ്ലാക്ക് കോയിനും ബിഗ് ബോസ് നൂറയ്ക്ക് കൊടുത്തു. ഇന്നലെ വൈകുന്നേരത്തോടെ അക്ബറിനൊക്കെ ചെറിയൊരു ഹിന്റ് കിട്ടിയായിരുന്നു. ടാസ്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഒരു സംഭവമുണ്ട് എന്ന് നൂറ പറഞ്ഞത് അക്ബറൊക്കെ കേട്ടിരുന്നു. ഒണിയലും അഭിലാഷും അക്ബറൊക്കെ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തു. ഇന്നലത്തെ 2 മിഷന് പകരം ഇന്നൊരു മിഷനെ ഉണ്ടാവുകയുള്ളൂ എന്നും 50 ചപ്പലുകൾ ഇന്നലത്തെ സമയത്തിനുള്ളിൽ തീർക്കണമെന്നും ബിഗ് ബോസ് നൂറയോട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം അക്ബറിന് കോയിനൊന്നും കൊടുക്കാത്തതുകൊണ്ട് ഇന്ന് തൊഴിലാളികളുടെ സമരമായി യൂണിയൻ നേതാവ് അക്ബർ. ഫാക്ടറി തുറന്നപ്പോൾ തന്നെ കുറെ പണിയായുധങ്ങൾ അക്ബറും കൂട്ടരും എടുക്കാൻ തുടങ്ങിയപ്പോൾ നൂറ തടയാൻ വന്നു. പിന്നെ അവിടെ ഉന്തുന്തള്ളും ഒച്ചപ്പാടും വഴക്കും ബഹളവും. നൂറ പിടിച്ചപ്പോൾ അക്ബറിന്റെ കൈ കീറുകയും നൂറയ്ക്ക് ചെറിയ പരിക്ക് പറ്റുകയും ചെയ്തു. ആക്രമണം പാടില്ല എന്ന് ബിഗ് ബോസ്. അവിടെ മൂർച്ചയുള്ള സാധനങ്ങളുണ്ട്, അത് തുടരുന്നു ബിഗ് ബോസ്. നൂറയെ ഹെൽപ്പ് ചെയ്യാൻ പണിയെടുക്കുന്ന ആദില. അങ്ങനെയെങ്കിലും ആദില പണിയെടുക്കട്ടെ. അക്ബറിനെയൊക്കെ തടയാൻ ജിഷിനുണ്ട് നൂറയുടെ സഹായത്തിന്. ബിന്നിയും ലക്ഷ്മിയും അസ്താനിയും പണിയെടുക്കുന്നു. അക്ബറും ഒനിയിലും അഭിലാഷും ഷാനവാസും ഒന്നും പണിയെടുക്കുന്നില്ല. നൂറയ്ക്ക് ടെൻഷൻ, എങ്ങനെയെങ്കിലും പണിയെടുത്തില്ലെങ്കിൽ സൂപ്പർ പവറുകളെ ബാധിച്ചാലോ? നൂറ ഭയങ്കര വികാരപരമായാണ് കൈകാര്യം ചെയ്യുന്നത്. അക്ബർ ശരിക്കും യൂണിയൻ നേതാവിനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. അക്ബർ വളരെ കൂളായിട്ടും നൂറയാകട്ടെ വളരെ വികാരപരമായി ശോഭിക്കുകയാണ് ഉണ്ടായത്. അഡ്വാൻസ് ആയിട്ട് സ്വർണ്ണക്കോയിൻ തന്നാലേ പണിയെടുക്കുമെന്ന് ലക്ഷ്മിക്കും മസ്താനിക്കും അഡ്വാൻസ് സ്വർണ്ണക്കോയിൻ കൊടുത്തു. ലക്ഷ്മി വർക്ക് ചെയ്യാനുള്ള സാഹചര്യം നൂറ ഒരുക്കി തരാത്തതുകൊണ്ട് യൂണിയൻകാരുടെ കൂടെ ചേർന്നു. യൂണിയൻകാർ പറയുന്നത് കേൾക്കുള്ളൂ എന്ന് മസ്താനിയും. അവർ പോയി. നൂറയും ചെരുപ്പുണ്ടാക്കാൻ കൂടുന്നു. ആതിരാണെങ്കിൽ മരിച്ചു പണിയെടുക്കുന്നു. തീരില്ലെന്ന് മനസ്സിലായ നൂറ അക്ബറുമായിട്ട് കോംപ്രമൈസിന് ശ്രമിക്കുന്നു. എല്ലാ കോയിനും തങ്ങൾക്ക് തന്നാലെ പണിയെടുക്കൂ എന്ന് അക്ബർ. എന്നാൽ ബിഗ് ബോസ് പറഞ്ഞു അങ്ങനെ നേരത്തെ കൊടുക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ്. 25 ചപ്പലുകളെ പൂർത്തീകരിക്കാൻ നൂറയ്ക്ക് സാധിച്ചുള്ളൂ. നൂറ കഴിഞ്ഞ ദിവസം തന്നെ അക്ബറിനെ ചാക്കിലാക്കണമെന്നു. അതിന് പകരം അക്ബറിന് ഒരു കോയിനും കൊടുക്കാതെ നൂറ. ശരിക്കും നൂറയ്ക്ക് അക്ബറിന്റെ വിരോധമാണ്, അതാണ് കാരണം. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ജയിക്കാമായിരുന്നു. നാളെ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇനിയിപ്പോൾ നാളത്തെ ടാസ്ക് എങ്ങനെയാണെന്ന് കണ്ടറിയാം. നൂറ ബ്ലാക്ക് കോയിൻ ഒരെണ്ണം അക്ബർ 2 അഭിലാഷിനും കൊടുക്കുന്നു. 2 വീതം ബ്ലാക്ക് കോയിൻ നോറയ്ക്കും 1 ബ്ലാക്ക് കോയിൻ അക്ബറിനുമാണ് ഉള്ളത്. തൊപ്പി ടാസ്ക് ജയിച്ചപ്പോൾ അഭിലാഷിനോട് പറഞ്ഞ വാക്ക് തെറ്റിച്ച് നൂറ. കാരണം അഭിലാഷിനെ നോമിനേഷൻ ഇടില്ലെന്ന് പറഞ്ഞ നൂറ 2 കോയിൻ ഇന്ന് അഭിലാഷിന് കൊടുത്തേക്കണം. നാളെ അഭിലാഷിന് ബ്ലാക്ക് കോയിൻ കൊടുത്ത് കൂടുതലാക്കിയാൽ ഉറപ്പായിട്ടും അഭിലാഷിനെ നോമിനേഷൻ ഇടാനാണ് നൂറയുടെ പ്ലാൻ. നൂറ ശരിക്കും കണ്ണിങ്ങാണ്. സ്വന്തം വിജയത്തിന് വേണ്ടി ആരെ തകർക്കാനും നൂറയ്ക്ക് മടിയില്ല. ബന്ധങ്ങളൊന്നും നൂറയ്ക്ക് ഒരു പ്രശ്നമല്ല. അക്ബർ ഉള്ളതുകൊണ്ടാണ് ഇന്നത്തെ ടാസ്ക് എന്റർടൈൻമെന്റ് ആയത്. അല്ലെങ്കിൽ വളരെ ശോകമായി പോയി ഇന്നലത്തെ പോലെ. ഇന്നും സർക്കസ് ഉണ്ടായിരുന്നു. വെറും ക്രിഞ്ച് ഫെസ്റ്റിവൽ, ഒരു രസവുമില്ലായിരുന്നു. ജിസൈലുമായിട്ട് വഴക്കുണ്ടാക്കി ബിന്നിയും രണയും. ജിഷിന് വേണ്ടി അടുക്കളയിൽ കയറി ആലു പൊറോട്ട ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ബിന്നിയുടെയും രണയുടെയും പരാതി. ഭയങ്കരമായ ഒച്ചപ്പാട് ബിന്നി. ജിസൈൽ പാർഷ്യാലിറ്റി കാണിക്കുന്നു, പല സാധനങ്ങൾ ഒഴിപ്പിച്ചു വയ്ക്കുന്നു. ഇങ്ങനെയൊക്കെ ഇത്രയും നാൾ അവർ ജിസൈലിന്റെയും ആരന്റെയും കൂടെയായിരുന്നു. അപ്പോൾ അവർ കളം മാറ്റി ചവിട്ടുന്നു. ബിന്നിക്ക് അപ്പാനി പോയതിൽ പിന്നെ പേടിയാണ്. അതിൽ പിന്നെയാണ് അവൾ കളം മാറ്റി ചവിട്ടിയത്. ആവശ്യമില്ലാതെ ഇടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പക്ഷെ അതൊരു ഡ്രാമയാണെന്ന് കാണുന്നവർക്കറിയാം. ഇതിനിടയ്ക്ക് സ്വന്തം പാത്രം കഴുകാത്തതിനെ പറ്റി പറഞ്ഞ് അനീഷ് ആര്യനെ വഴക്ക് പറയുന്നു. പാത്രം കഴുകിപ്പിക്കുന്നു. ജിസൈലിന്റെ മൂഡ് താങ്ങി എന്ന പേരുദോഷം മാറ്റാനാണ് രണ ഫാത്തിമ ജിസൈലിനോട് ഇന്ന് വഴക്കിട്ടത്. രണയും ബിന്നിയും ഒക്കെ ജിസൈലിന്റെ കൂടെ നിന്ന് സൗകര്യങ്ങൾ അനുഭവിച്ചവരാണ്. ഇപ്പോൾ അവർ കരം മാറ്റി ചവിട്ടിയിരിക്കുന്നു. ഇനി ഓരോരുത്തരുടെയും പുതിയ കളികൾ തുടങ്ങാനിരിക്കുന്നയുള്ള ബിഗ് ബോസിൽ. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.